ലോകമെമ്പാടുമുള്ള എല്ലാ സൂര്യ ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം മൈജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, co-branded by KSFE Harmony ചിട്ടികൾ and special partner Happy Jam. അങ്ങനെ ഇന്ന് മൈജി ഫ്യൂച്ചർ അടിച്ചു കയറി വാ എത്തി നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രുചിയുടെ തലസ്ഥാനമായ കോഴിക്കോടുള്ള പ്രോവിഡൻസ് വിമൻസ് കോളേജ്. അളിയ പ്രോവിഡൻസ് വിമൻസ് കോളേജ് എന്ന് പറഞ്ഞാലേ മലബാർ ഏരിയയിലെ സ്ത്രീകൾക്കായിട്ടുള്ള ആദ്യത്തെ കോളേജാണ്. അത് നിങ്ങൾക്ക് അറിയാവോ? പഠിച്ചോണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ IAS ഓഫീസർ അന്ന രാജം മറിയം പഠിച്ചിറങ്ങിയത് എവിടെന്നാ? PT ഉഷ, അഞ്ജലി മേനോൻ, ഇവരൊക്കെ പഠിച്ചിറങ്ങിയെടുത്താ നിങ്ങൾ ഇത് പഠിക്കുന്നേ. നീ ഇന്നലെ ഉറങ്ങിയില്ലേ? അപ്പൊ സൂര്യ ടി വി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 8 മണിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സ്വയംവര പന്തലിലെ 2 താരങ്ങൾ ഇന്ന് നമ്മുടെ ഒപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് നല്ലൊരു കൈയടി. നിന്ന് അടിച്ചു കയറി വാന്നാണ് നമ്മുടെ പരിപാടിയുടെ പേര്. ഇന്ന് രാവിലെ തന്നെ അടിച്ച് ഫിറ്റ് ആയിട്ടാണോ ഇങ്ങ് വന്ന? പിന്നെ നാട്ടുകാർ മൊത്തം കണ്ടോണ്ടിരിക്കില്ലേ മൂക്കൂട്ടം കുടിച്ച് സീരിയലിൽ കിടന്ന് തെക്ക് വടക്ക് നടക്കുന്നത്. ഇനി എന്തോ ഇംപ്രഷൻ മാറാൻ. ഓക്കെ, അപ്പൊ നിറഞ്ഞ കയ്യടിയിലോട് കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ കണ്ടസ്റ്റന്റ്. ഇതൊക്കെ റബ്ബർ പാല് കുടിച്ചോണ്ടാണ് കയറി വന്നത്. ചാടി ബൗൺസ് ചെയ്തൊക്കെയാണല്ലോ വന്നത്. ഇതിനെ കടിക്കാൻ വന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു പുൽച്ചാടി ഇതുവഴി വന്ന് കണ്ടില്ലല്ലോ. എല്ലാ കളറും ഉണ്ടല്ലോ. ഈ മുടിയുടെ അടി കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത്. നല്ല ബെസ്റ്റ് ആൾക്കാർ അടുത്തടുത്ത് ശരി. അപ്പൊ നമുക്കിവിടെ 3 പേരുണ്ട്, ഇവിടെ 3 പേരുണ്ട്. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മത്സരിക്കാൻ 2 പേർക്ക് അവസരമുണ്ട്. അത് കറക്റ്റ് ആണ്. 1,05,000 രൂപ വില വരുന്ന സമ്മാനങ്ങളുമായിട്ടാണ്. അവിടെന്ന് ഇറങ്ങി എന്നെ നാണം കെടുത്തരുത്. ഈ സൈഡിൽ നിന്ന് ആരാ വരാൻ പോണേ? ചേച്ചി വന്നു. അപ്പൊ നമ്മുടെ കണ്ടസ്റ്റൻസ് എത്തിക്കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഇവരുടെ പേരൊന്നും അറിയാം. പേര് പറഞ്ഞു മോളെ. ആര്യ, കുമാരി, നീതു, സിബിൻ, ചേച്ചി പറഞ്ഞു. സീനത്ത്, ശിവാനി, ദിയ, ഓഹോ, ശ്രുതി. അപ്പൊ നിങ്ങളിൽ നിന്ന് മത്സരിക്കാൻ പോകുന്ന 2 പേരെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു പേനയും പേപ്പറും തരും. നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും നല്ല മലബാറി വിഭവങ്ങൾ മാത്രം എഴുതുക. ആരാണ് ഏറ്റവും കൂടുതൽ നിശ്ചിത സമയത്ത് എഴുതുന്നത് അവർക്കായിരിക്കും സെലക്ഷൻ. ആദ്യം ഞാൻ താണ്ട് അളിയാ സീനത്ത് ചേച്ചിയുടെ ഒന്ന് കൗണ്ട് ചെയ്തോണ്ടേ നീ. ഓക്കെ, ചട്ടിപ്പത്തിരി, മുട്ടമാല, കട്ട്ലറ്റ്, ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് ഓഡിഷൻ സമയത്ത് കിട്ടിയിരിക്കുന്നത് ശിവാനിക്കും ആര്യയ്ക്കും നീതുനുമാണ്. അപ്പൊ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിഷസ് എഴുതിയിരിക്കുന്ന ആരാ നോക്കൂ. ശിവാനി 5. നമ്മുടെ ഇവിടെ ഇല്ലല്ലോ. നീതു 4 എഴുതിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ദിയനെ സെലക്ട് ചെയ്യാം, ശിവാനിയെ സെലക്ട് ചെയ്യാം. ബാക്കിയുള്ളവര് പോണ്ട, വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരുന്നോട്ടാ, ഞങ്ങൾ വിളിക്കാം. ഓക്കെ, നമുക്കപ്പോ നമ്മുടെ കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടാം. ആദ്യം എന്റെ സൈഡിൽ നിൽക്കുന്ന കുട്ടിയിൽ നിന്ന് പേര് പറയൂ. ഹായ്, ദിയ. ഹായ് ഡിയോ. എടാ ഹായ് കോമ ദിയ. അങ്ങനെയാണ്, ബുദ്ധിയില്ല. ഞാൻ പ്രോവിഡൻസ് കോളേജിൽ BBA തേർഡ് ഇയർ ആണ്. എന്താവാനാണ് ആഗ്രഹം ഭാവിയില്? എനിക്ക് സ്വന്തമായിട്ട് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ തുടങ്ങിയെന്ന് കേട്ടല്ലോ. സ്റ്റാർട്ടപ്പ് ആയിട്ട് വന്നിട്ടേ ഉള്ളൂ, ലോഞ്ച് ആയിട്ടില്ല. ഇൻഷാല്ലാ എടുത്ത് ലോഞ്ച് ആവും. നടക്കട്ടെ, അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. ചുമ്മാ ഇനി ജയിക്കാൻ പോകുന്ന നമ്മുടെ കണ്ടസ്റ്റന്റിന്റെ പേരങ്ങോട്ട് കേട്ടോ. ഇവൻ എന്നൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ ഇവിടെ നിന്ന് എഴഞ്ഞ കണ്ടസ്റ്റന്റ് വീട്ടിൽ പോയി. അങ്ങനെ പറയരുത്. എന്റെ ആഗ്രഹം. തുറക്കൂ. ഓക്കെ, ഞാൻ ശിവാനി സോജൽ. ഇവിടെ MSc ഫിസിക്സ് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. MSc ഫിസിക്സ്. പിന്നെ എന്നെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്, ആങ്കർ ആണ്. അടിപൊളി. Glad to meet you. Yeah, glad to meet you. വേണമെങ്കിൽ ഇവരെ റീപ്ലേസ് ചെയ്ത് ഞാൻ വരാൻ തയ്യാറാണ്. പിന്നെ ഒരു കാര്യം അറിയാമോ നിനക്ക്? ഈ കൊച്ചിതൊക്കെ പറയുന്നെങ്കിലും അതിനൊക്കെ അർഹയായ ആളാണ്. കാര്യം സൂര്യ ടിവിയിലെ ഏറ്റവും ഹിറ്റായ ഒരു സീരിയൽ ഉണ്ട്, ബാലികാ വധു എന്നുള്ള. ആ ബാലികാ വധുവിനെ പണ്ട് ഡബ് ചെയ്തുകൊണ്ടിരുന്നത് ഈ നിൽക്കുന്ന മുതലാണ്. നിങ്ങൾക്ക് അറിയാവോ?
എത്രയോ കൊല്ലം, അതായത് വളരെ കിട്ടിലം ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒരു സാമ്പിൾ കൊടുത്തു നോക്കിയാലോ അളിയാ? പിന്നെന്താ റോളിംഗ് ആക്ഷൻ. സൂര്യ സർ, എനിക്ക് ഇനി വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകണം. എന്റെ അച്ഛനും അനിയത്തിമാരും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. അതുകൊണ്ട് എനിക്ക് ഇനി വീട്ടിൽ നിന്ന് പോകണം. എന്റെ കൊച്ചേ, ഇത് MSc ഫിസിക്സ് ഒന്നും കൊണ്ട് തീരത്തില്ല. MPhil PhD ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പക്ഷെ ഞാൻ ഡയറക്ടറിന്റെ ആംഗിൾ ഞാൻ ശ്രദ്ധിച്ചത് എന്റെ നായകന്റെ എക്സ്പ്രഷൻ ആണ്. കട്ടയ്ക്ക് സൂര്യ സർ എന്ന് പറഞ്ഞു. സൂര്യാണ് ഞാൻ പറഞ്ഞോ. സൂര്യ സർ, സത്യം കണ്ടിന്യൂ. സൂര്യ സർ, എനിക്ക് ഇനി വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് തിരിച്ചു പോകണം. എന്റെ അച്ഛനും ഇങ്ങനെയൊക്കെയാണല്ലേ ഇവന് പോകുന്നത്. എങ്ങനെ ഇത് ഡെയിലി കാണുന്ന എന്റെ അവസ്ഥ. അതാണ് ആള് കൂളിംഗ് ഗ്ലാസ് ഇട്ട് വന്ന ഇന്ന്. ആണല്ലേ. നമുക്ക് മത്സരത്തിലേക്ക് കടന്നാലോ? അപ്പൊ 5000 രൂപ വില മതിക്കുന്ന ഒരു തേപ്പ് പെട്ടിക്കും എയർ ഫ്രയർക്കും വേണ്ടിയുള്ള ലെവൽ 1 മത്സരത്തിലേക്ക് ഇതാ നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ ഹാപ്പിയുടെ പീനട്ട് ബട്ടർ ആണ് നിരത്തി വെച്ചിരിക്കുന്നത്. ഇതിൽ ക്രീം ഇല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പീനട്ട് ബട്ടർ ഉപയോഗിച്ച് ഇതിനെ ക്രീം ബിസ്ക്കറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഏറ്റവും വൃത്തിയുള്ള ക്രീം ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ആളായിരിക്കും വിജയ്. എന്നിട്ട് നിങ്ങൾക്ക് സമയം 1 മിനിറ്റ്. ഇത് നന്നായിട്ട് അടുക്കിയൊക്കെ നന്നായിട്ട് ഇവിടെ നല്ല സൂപ്പർ ആയിട്ട് നല്ല പ്രസന്റബിൾ ആയിട്ട് വെക്കേണ്ടി വരും. അങ്ങനെയും കൂടെ ഉണ്ട്. അതുകൂടെ ഉണ്ട്. അതുകൂടെ കൺസിഡർ ചെയ്യുക. അപ്പൊ ഹാപ്പിയുടെ പീനട്ട് ബട്ടർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ മത്സരം ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റ് ഉള്ള പീനട്ട് ബട്ടർ ആണ്. റെഡിയല്ലേ? അപ്പോ നന്നായിട്ട് കൈയടിച്ചു കൊടുക്കണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അങ്ങോട്ട് വലിച്ചു വാരി തേക്കരുത് കേട്ടോ. നല്ല അടിപൊളി, നല്ല ഭംഗിക്ക് ചെയ്യണം. ഓ, ശിവാനിയുടെ കൈയിരുന്ന ബിസ്ക്കറ്റ് ഒക്കെ നല്ല രോമാഞ്ചം കൊണ്ടുപോകാൻ. നല്ല ക്ലീൻ ആയിട്ട് വെക്കണം. അവിടെ എവിടെയൊന്നും പറ്റിച്ച് വെക്കരുത്. അതാണ് നോക്കേണ്ടത്. ബിസ്ക്കറ്റ് വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വൃത്തിയായിട്ട്. അടിപൊളി. സമയം എത്രയായി നോക്കാം. നമ്മൾ 5 എണ്ണമായി. സമയം എത്രയായി നോക്കാം. 10 9 8 7 6 5 4 കേട്ടിട്ടുണ്ട് 3 2 1 0. ടൈം ഔട്ട്. 7 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. 1 2 3 4 5 6. ഇതെല്ലാം ഞാൻ എണ്ണയത്. സോറി. 6 7 ഏഴില്ല. അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ, ആദ്യത്തെ മത്സരത്തിൽ അതിമനോഹരമായ ദിയല്ലേ അത് കണ്ടറിയില്ല അവിടെ ജയിച്ചത്. നമുക്ക് ശബ്ദം മാത്രം ഉണ്ടെങ്കിലും ലെവൽ 1 അതിമനോഹരമായ പ്രകടനം കാഴ്ചവെച്ച് അടിപൊളി. അങ്ങനെ 5000 രൂപ വില മതിക്കുന്ന എയർ ഫ്രയറും തേപ്പ് പെട്ടിയും സ്വന്തമാക്കുന്നു. നമ്മളെ ഇത്രയും നേരം കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഓഡിയൻസിനോടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ചട്ടമ്പി ബാറു സീരിയലിൽ ബാറുവിന്റെ ഹോസ്റ്റലിൽ എത്ര പേരുണ്ട്? ഹോസ്റ്റൽ മുറിയിൽ 3 പേരുണ്ട്. ശരി. എന്താ മോളുടെ പേര്? അതുല്യ. ഡീപൂൾ കാർ ഷാമ്പു നൽകുന്ന ഒരു സമ്മാനമാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. മാംഗല്യം തന്തുനാനെ സീരിയലിൽ ഗൗതമിന്റെ ബിസിനസ് രഹസ്യങ്ങൾ CK ചന്ദ്രബോസിന് ചോർത്തി കൊടുക്കുന്നത് ആരാണ്? ശിവാനി. ശിവാനി റൈറ്റ് ആൻസർ. മുംതാസ് ഗോൾഡ് പ്രീമിയം ക്വാളിറ്റി ബിരിയാണി റൈസ്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും നിങ്ങൾ മറക്കണ്ട, KSFയുടെ ഹാർമണി ചിട്ടുകളിൽ എത്രയും വേഗം പോയി ചേരുക. ചേരുന്ന 100 പേർക്ക് സിംഗപ്പൂർ യാത്ര സമ്മാനമായി ലഭിക്കുന്നു. നിനക്ക് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? അമ്മയാണോ അച്ഛനാണ്? മമ്മിയാണ്. പക്ഷെ ഇവിടെ നമ്മുടെ സൂര്യനില്ലേ, സൂര്യക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛൻ്റെ അടുത്താണ്. അതിന്റെ കാര്യം എന്താ? അമ്മ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അച്ഛൻ ഇഷ്ടമാണ്. അതെന്തോ ഒരു ഉത്തരവായി പോയി. എന്തെങ്കിലും കാരണം കാണുമല്ലോ. അച്ഛൻ അടിക്കാൻ പൈസ കൊടുക്കും. നിനക്ക് എന്താ അച്ഛന്റെ ക്വാളിറ്റീസ് ഒക്കെ പറ. അച്ഛൻ ഭയങ്കര കാമാണ്, പാവാണ്, എന്റെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യും. പക്ഷെ മദ്യവെച്ച് വന്നു കഴിഞ്ഞാലും കുറച്ച് ചീത്തയൊക്കെ പറയെങ്കിലും സപ്പോർട്ടാണ്. ഈ അടിച്ചോണ്ടൊന്നും വന്നാലും കംപ്ലൈന്റ് ഒന്നും പറയുന്നത് കുഴപ്പമില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. നന്ദിനിക്ക് ഈ മദ്യപാനിയായ സൂര്യയില്ലേ, ഇവന്റെ കള്ളുടി നിർത്തണമെന്ന് ആഗ്രഹമില്ലേ? എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് എന്നാൽ മാത്രമേ എനിക്ക് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂ. ഇവൻ കുടി നിർത്തിയിട്ട് വേണം കുട്ടിക്ക് വീട്ടിൽ പോകാനോ? തിരിച്ചു സോഡയൊക്കെ നോ 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 നോ. അതല്ല, സൂര്യയുടെ അച്ഛന് കൊടുത്ത വാക്കാ. സൂര്യ സാറിന്റെ കുടി ഞാൻ നിർത്തിപ്പിക്കും. ഇഷ്ടമല്ലേ? സത്യത്തിൽ ആ വീട്ടില് ഭയങ്കര കഷ്ടപ്പാടാ. ഈ വീടാകുമ്പോ വലിയ സൗകര്യമുള്ള വീടാ. അതുകൊണ്ട് എങ്ങാനും ഇവ കള്ളു കുടിക്കുന്ന മറന്നു പോയി കഴിഞ്ഞാൽ രാത്രി കട്ടിലിടുന്ന സാധനമൊക്കെ സൂര്യ അടിച്ചിട്ടില്ല.
അതാണ് ഒറിജിനലി നടക്കുന്നത്. അത് ക്യാമറ നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ പ്രിയ പ്രേക്ഷകര്. അതാണ് റീസൺ. അതല്ലേ? അളിയാ, അപ്പൊ ഈ കള്ളുടി വിശേഷത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ സെക്കൻഡ് റൗണ്ട് മത്സരത്തിലേക്ക് പോകാം. സെക്കൻഡ് റൗണ്ട് പോകണോ വേണ്ടയോ? അതാണ് ആ റൗണ്ടിന്റെ പേര്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പോകണോ വേണ്ടയോ എന്നുള്ളത് നാട്ടുകാർ തീരുമാനിക്കും കേട്ടോ. കിട്ടാൻ പോകുന്ന സമ്മാനം 5000-ന്റെ അല്ല, മറിച്ച് 15000 രൂപ വില മതിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, മിക്സർ ഗ്രൈൻഡർ ഉണ്ട്, ഇലക്ട്രിക് കെറ്റിലുണ്ട്, പിന്നെ ഈ എയർ ഫ്രയറും ഉണ്ട്, തേപ്പൊട്ടിയും ഉണ്ട്. ഇത്രയും സാധനം നമുക്ക് കിട്ടും ശിവാനി. 60 സെക്കൻഡ് കഴിയുമ്പോൾ ആരുടെ ദേഹത്താണ് ഏറ്റവും കുറച്ച് ക്ലിപ്പുകൾ ഉള്ളത് അവരായിരിക്കും ജയിക്കുന്നത്. പക്ഷെ കൈവച്ചെടുത്ത് കളയാൻ പറ്റില്ല, ചാടി ചാടി തന്നെ ഇളക്കി കളയണം. എടാ, ഇതിനെന്താ ജെന്നി വന്നാണ്ട അതിന് ഫിക്സ് വന്നാണ്. കള സമയം തീരും. 9 അല്ല, മുടിയിലല്ല, ഡ്രസ്സിലാണ്. ഒരു അയ്യോ, രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളുമായി മുന്നേറുന്നു നമ്മുടെ സ്വന്തം ദിയ. എന്റെ പ്രിയപ്പെട്ട ശിവാനി പോകണോ വേണ്ടയോ എന്നുള്ള റൗണ്ടിലാണ് ഇപ്പൊ കളിച്ചു നിൽക്കുന്നത്. ഇനി നിങ്ങൾ വേണം തീരുമാനിക്കാൻ ആ കൊച്ചു പോയിട്ട് പുതിയ ആള് വരണോ വേണ്ടയോ എന്ന്. ശിവാനി പോകണോ എന്നുള്ളവരൊന്ന് കൈപൊക്കിയേ. ആ നടുക്കിരിക്കുന്ന ഇത്തയുടെ മുഖം അത്രയും പേര് കൈപൊക്കിയിട്ടുണ്ട്. ശരി, ശിവാനി പോകണ്ടെന്ന് പറയുന്നവരൊന്ന് കൈപൊക്കിയേ. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പം കുറച്ചു പേര് കൈപൊക്കിയ സ്ഥിതിക്ക് അവരെ നമ്മൾ മാനിച്ചുകൊണ്ട് പുതിയൊരാൾക്ക് നമ്മൾ അവസരം കൊടുക്കാൻ പോവാണ്. പക്ഷെ ഇതുവരെയുള്ള മത്സരം ഓരോ ദിവസങ്ങളും ഓരോരുത്തരുടെയാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. പിന്നെ തുടക്കത്തിൽ വന്ന ഡബിംഗ് ഒക്കെ നടത്തി നമ്മളെ വിസ്മയിപ്പിച്ച് കളഞ്ഞു കേട്ടോ. അടിപൊളി. അപ്പൊ നല്ലൊരു കൈഡി കൊടുത്ത് പാലക്കാട് നാച്ചുറൽ നെല്ലുതി റൈസ് ഫോർ ശിവാനി. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാണുന്നല്ലോ എന്റെ ഇടത് കൈ ഇല്ലാത്തതുപോലെയാണ് വിജയുടെ ഇടതുവശത്ത് ഒരാളില്ല എന്ന് പറയുന്നത്. നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ട് വിളിച്ചാലോ? കമോൺ ഗൈസ്, വരൂ 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 വരൂ. പ്രൗഡ്. നന്നായിട്ട് കൈയടിക്കാം, കമോൺ. അപ്പോ നിങ്ങളിൽ നിന്നും ഇനി ആരാണ് വിജയുടെ ടീമിലേക്ക് എന്ന് നമുക്ക് അറിയാനുള്ള സമയമാണ്. ടങ് ട്വിസ്റ്റർ പോലെ വേറൊരു സാധനം പറഞ്ഞ ഒരു ഡയലോഗാണ്. അത് കൃത്യമായിട്ട് റിക്രിയേറ്റ് ചെയ്ത് തിരിച്ചിങ്ങോട്ട് പറയണം. അത്രേ ഉള്ളൂ. ആകെ ഒരു തവണ മാത്രമേ പറയുള്ളൂ. അത് കേട്ട് അതുപോലെ തിരിച്ചു പറയണം. റെഡിയാണല്ലോ എല്ലാരും? മാഷെ മാഷിന്റെ മോൻ മാഷായാൽ മാഷ് മാഷിന്റെ മോനെ മാഷെ എന്ന് വിളിക്കുമോ, അതോ മാഷിന്റെ മോൻ മാഷെ മാഷെ എന്ന് വിളിക്കുമോ? മാഷെ. ഇത്രയേ ഉള്ളൂ. ആ, സീത ചേച്ചി പറ. മാഷെ മാഷിന്റെ മോനെ മാഷെന്ന് വിളിച്ചാല് മാഷിന്റെ മോനും മാഷെന്ന് വിളിക്കും. മാഷിനെ വിളിച്ചിട്ട് മാഷ് നേരെ വന്ന് മാഷ് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് മാഷ് പോയി. മാഷെ മാഷിന്റെ മോൻ മാഷായ മാഷിനെ മാഷേന്ന് വിളിക്കാം, അല്ലെ മാഷ് മാഷിന്റെ മോനെ മാഷേന്ന് വിളിക്കാം. മാഷേ ഏകദേശം കൊള്ളാം. കറക്റ്റ് അല്ലെങ്കിലും ഏകദേശമൊക്കെ ശ്രുതി പിടിക്കും. മാഷെ മാഷിന്റെ മോൻ മാഷായാൽ മാഷ് മാഷിന്റെ മോനെ മാഷേന്ന് വിളിക്കോ, അതോ മാഷിന്റെ മോൻ മാഷെ മാഷേന്ന് വിളിക്കോ? മാഷെ. മാഷെ മാഷിന്റെ മോൻ മാഷായാലും മാഷ് മാഷിന്റെ മോനെ മാഷേന്ന് വിളിക്കോ? മാഷെ. ഒരു മാഷോ രണ്ട് മാഷോ എന്താ പോയല്ലേ? മാഷെ മാഷിന്റെ മോൻ മാഷായാലും മാഷിന്റെ മോൻ മാഷേന്ന് വിളിക്കോ? മാഷ് മാഷിന്. പിന്നെ പഴയ നാഷും കൂടെ വരും സൂര്യ ടിവിയിലുണ്ടായിരുന്നു. മാഷെ മാഷിന്റെ മോൻ മാഷായാൽ മാഷ് മാഷേന്ന് വിളിക്കോ, അല്ലെങ്കിൽ മാഷിന്റെ മോൻ. അങ്ങനെ പ്രോവിഡൻസ് വിമൻസ് കോളേജിന്റെ പോരാളി കിടിലം രോമാഞ്ചം നമ്മുടെ ആര്യ വിനോദ്. അങ്ങനെ ലെവൽ 2 മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ഈ കാർട്ട് നിറയുള്ള സമ്മാനങ്ങളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ദിയ. ദിയക്ക് നല്ലൊരു കൈയടി. ഇനി അടുത്തത് മൂന്നാമത്തെ ലെവൽ മത്സരമാണ്. എത്ര രൂപയുടെ ലെവൽ മത്സരങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു 30,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ. അതായത് ഒരു 15,000 നമ്മുടെ കയ്യിലുണ്ട്. ഒരു 15,000 രൂപയുടെ വാഷിംഗ് മെഷീനും കൂടെ ലാൻഡ് ചെയ്യും. എടാ, ഈ കൊച്ചെന്ന് പറഞ്ഞാലേ ആരാണെന്നുള്ള ഇപ്പൊ ആ കൊച്ചു പറഞ്ഞു തരും. അങ്ങോട്ട് പറഞ്ഞോളൂ കൊച്ചേ. ഞാൻ ആര്യ, ഇവിടെ തന്നെ ബികോമിന് പഠിക്കാണ്, 3rd ഇയർ ആയി. അടിപൊളി. അപ്പൊ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. പയറും ഉണ്ട്, ഒരു സ്പൂണും ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം ലഭിക്കുന്നു. ഇത് കടിക്കുക, അതിന്ന് കോരി ഇപ്പുറത്തേക്ക് നിറയ്ക്കുക. 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ഇത് നിറയ്ക്കുന്ന ആള് ജയിക്കും. നന്നായി കൈയടിച്ചു കൊടുക്കൂ. ആ മുടിയൊക്കെ എടുത്ത് പുറകോട്ടിട്ട് വെച്ചേ. അത് തന്നെ. സൂപ്പർ. വണ്ടർഫുൾ 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 വണ്ടർഫുൾ. സ്ക്വാട്ട് ചെയ്തിരുന്നു, കാല് സ്പ്ലിറ്റ് ചെയ്തിരുന്നു ദിയ. വെരി ഗുഡ്. അങ്ങനെ ഇരുന്ന് നോക്കിയേ.
വെരി ഗുഡ്. ദിയ പൊളിക്കുന്നു ദിയ. ടിപ്പർ പോലെ അടിച്ച് കോരി അടി. വെരി ഗുഡ്. ദിയക്ക് ഇപ്പൊ കിട്ടി. കോരി അടി. ദിയക്ക് ഐഡി കിട്ടി. വാരിയിടാൻ അങ്ങോട്ട്. വെരി ഗുഡ്. 10 9 8 7 6 5 4 3 2 1 0 ടൈം ഔട്ട്. പ്രിയപ്പെട്ട വിധികർത്താക്കളെ, വിധിച്ചാലും വരണം No doubt, സൂര്യ ദിയ. ഒരു കാര്യം എന്ന് ഒരു പറഞ്ഞാൽ കാര്യമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലെവൽ 3 മത്സരവും വിജയിച്ച് മുന്നേറിയിരിക്കുന്നു. 30,000 രൂപ ദിയ. Final position. മോളെ ഇത് ആഗ്രഹിച്ചില്ലായിരുന്നല്ലയോ? ഇല്ലല്ലേ? വാഷിംഗ് മെഷീൻ വേണ്ടാന്ന് വെച്ചോണ്ടാ. കൈ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കെട്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു. നമ്മൾ ഇത്ര നേരം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ പ്രേക്ഷകർക്ക് സമ്മാനം നൽകാനുള്ള സമയമായിരിക്കുകയാണ്. അജിത് കുമാർ. അജിത് കുമാർ ഉണ്ടോ ഇവിടെ? അജിത് കുമാർ ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പറാണ് ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽസ്. ഈ കവറിലുണ്ട്. അച്ഛനും മോളും കൂടെ ഇത് ട്രൈ ചെയ്യണം. ആര്യ, ഇത്രയും നേരം 30,000 രൂപയുടെ സമ്മാനം അവിടെയുണ്ട്. പക്ഷെ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ജാക്ക് പോട്ട് റൗണ്ടാണ്. ജാക്ക് പോട്ട് റൗണ്ടിൽ ഭാഗ്യത്തിന് മാത്രമാണ് സ്ഥാനം. ഭാഗ്യമെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കണ്ണട എടുത്ത് വെച്ചോണ്ട്. കളറാ കണ്ണട. കണ്ണട ഈ കണ്ണട എന്താ വെച്ചാല് കൊച്ചേ, കാര്യം ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞല്ലോ. കരിവളയിട്ട് ഇറങ്ങിയിരിക്കുകയെന്നെ തോപ്പിക്കാൻ കൊച്ചു കഞ്ഞ. അപ്പൊ ശരി, അപ്പൊ ഫ്രണ്ടിൽ 2 കുടം കൊണ്ട് വയ്ക്കും. എന്നിട്ട് ഇനി നീ തന്നെ പറഞ്ഞു. 2 കുടം കൊണ്ട് വെച്ചതിന് ശേഷം ഇത് അടിച്ചു പൊട്ടിക്കണം. അടിച്ചു പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അകത്തിരിക്കും നമ്മുടെ ഭാഗ്യം. പക്ഷെ ഇത് അടിച്ചു പൊട്ടിക്കാനുള്ള അവസരം നമുക്കല്ല. അവിടെ ദിയക്കാണ്. ദിയ സെലക്ട് ചെയ്യണം ഏതാണെന്ന്. മനസ്സിലായി? ഒരു കുടത്തിനകത്ത് 30,000 രൂപയുടെ സമ്മാനം. നമ്മൾ ഇപ്പൊ ഇത്ര നേരം നേടിയത് ഒരു കുടത്തിനകത്ത് ഒന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ അടിച്ചു പൊട്ടിക്കുന്നത് അതാണെങ്കിൽ നമ്മൾ അതും കൊണ്ട് പോകേണ്ടി വരും. മറ്റേ സാധനം അയക്കും കിട്ടും. ഇതാണ് സംഭവിക്കാൻ പോണത്. ഓക്കെ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ ഭാഗ്യമാരുടെ കൂടെയാണ് ദിയ എന്ന് നമുക്ക് നോക്കട്ടെ. ദിയ പിടിക്കൂ. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് അടിച്ചു പൊട്ടിക്കാം. ദിയ കമോൺ. ദിയ കൺഫ്യൂസ്ഡ്. പതുക്കെ പതുക്കെ മതി, പതുക്കെ മതി. അത് കുടവാണ്, അല്ലാതെ പടച്ചട്ടയൊന്നും ഇട്ട സാധനമല്ല. മുട്ട കിട്ടി. അമ്മേ, എന്നെ അല്ല അതിലടി കൊച്ചു. അടിച്ച് പൊളിക്കാം. പതുക്കെ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, 30,000 രൂപ ജാക്ക് പോട്ട് റൗണ്ടിൽ ആർക്ക് കിട്ടുമെന്ന് അറിയാൻ ഇത് ആ സമയമായിരിക്കുകയാണ്. ആൻഡ് ദ മുട്ട ഓപ്പൺസ് ആൻഡ് ഓ ഭാഗ്യം. പേര് വിജയ്, സ്വഭാവം തോന്നി. അങ്ങനെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ 30,000 രൂപയുടെ സമ്മാനങ്ങളുമായി നാളത്തെ തട്ടിലേക്ക് യാത്രയാകുന്നത് എന്റെ സ്വന്തം ദിയ. അങ്ങനെ പ്രിയപ്പെട്ട പ്രോവിഡൻസ് കോളേജിലെ എല്ലാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തോൽവിയിലും ജയത്തിലും നമ്മോടൊപ്പം നിന്ന് നമ്മളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച എല്ലാ ചങ്കുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നാളെ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. നാളെ നടക്കാൻ പോകുന്നത് ലെവൽ 4 റൗണ്ടിൽ എലിമിനേഷൻ റൗണ്ടാണ്. ഇതിൽ നിന്നും ആരാണ് പുറത്തു പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നാളെ വൈകുന്നേരം കൃത്യം 6 മണിക്ക് നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറിവ കോ ബ്രാൻഡഡ് ബൈ KSFE ഹാർമണി ചിട്ടികൾ. ആൻഡ് ഹാപ്പി ജാം. ഗുഡ് നൈറ്റ്.